നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള മിക്ക കഥകളിലും സിനിമകളിലും ഒക്കെ അതിലെ പ്രധാന കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ചെറിയ കഥാപാത്രങ്ങളുടെ കഥകളും എവിടേക്കോ പറഞ്ഞു പോകുന്നുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ജീവിതത്തിൽ എന്താണ് അവസാനം സംഭവിച്ചതെന്ന് എവിടെയും പറയുന്നുണ്ടാവില്ല. അങ്ങനെ സൈഡായി പോയ ഒരു ക്യാരക്ടറിനെ പ്രധാന കഥാപാത്രമാക്കി അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ കഥ പറയുന്ന ഒരു നോർവിയൻ സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 2025-ൽ എമിലി ബ്ലിച്ച്ഫെൽഡ് രചനയും സംവിധാനവും നിർവഹിച്ച് സറ്ററിക്കൽ, ബ്ലാക്ക് കോമഡി, ബോഡി ഹൊറർ എന്നീ ജോണറുകളിൽ വന്ന ഒരു സിനിമയാണ് ദ അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ. നമ്മളെല്ലാവരും കുഞ്ഞിലെ മുതൽ കേട്ടിട്ടുള്ള ഒരു കഥയാണ് സിൻഡ്രല്ല രാജകുമാരിയുടേത്. രണ്ടാം നമ്പയുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കഴിയുകയായിരുന്നു സിൻഡ്രല്ല. ആ സമയത്താണ് ആ നാട്ടിലെ രാജകുമാരൻ ആ നാട്ടിലുള്ള എല്ലാ സമ്പന്നരായവരുടെയും പെൺമക്കളെയും തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നത്, അതിലൊരാളെ തന്റെ വധുവായിട്ട് സ്വീകരിക്കാൻ വേണ്ടി. എന്നാൽ അതിലേക്ക് പോകാൻ വേണ്ടി ഈ രണ്ടാം അമ്മ സിൻഡ്രല്ലയെ സമ്മതിക്കുന്നില്ല. പക്ഷെ ആ രാത്രി സിൻഡ്രല്ല ഒളിച്ചും പാത്തും അവിടേക്ക് എത്തുകയും രാജകുമാരന് അവളെ ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. പക്ഷെ രണ്ടാമ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒളിച്ച് പാത്തും സിൻഡ്രല്ല അവിടെ നിന്ന് മടങ്ങുന്ന വഴിക്ക് അവിടെ ഷൂ ഉപേക്ഷിച്ചിട്ട് പോവാണ്. അങ്ങനെ രാജകുമാരൻ ആ ഷൂവും കൊണ്ട് അത് കാല് ഫിറ്റ് ആവുന്ന പെൺകുട്ടി നാട്ടിൽ ഏതാണെന്ന് അന്വേഷിച്ച് സിൻഡ്രല്ലയെ തേടി ഇറങ്ങുകയാണ്. ഇതാണ് സിൻഡ്രല്ലയുടെ കഥ. എന്നാൽ ഈ സിനിമ സിൻഡ്രല്ലയുടെ കഥയല്ല, സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്ററായ എൽവിറയുടെ കഥയാണ്. സിൻഡ്രല്ലയുടെ ഒരു ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു ഹൊറർ സൈഡ് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റഡ് സിൻഡ്രല്ലയൊക്കെയാണ് സിനിമ നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. വിക്ടോറിയൻ കാലത്തെ ഒരു ഫെയറി ടെയിൽ കിങ്ഡമാണ് സിനിമ കാണിക്കുന്നത്. ആ കാലത്ത് ഒരു രാജകുമാരനോ ഒരു രാജകുമാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വേറെ യോഗ്യതകളൊന്നും വേണ്ട. ആകെ കൂടി ആ പെൺകുട്ടിക്ക് സൗന്ദര്യം മാത്രം മതി. ദർ ഈസ് ഓൺലി ബ്യൂട്ടി ഈസ് ദ ബ്രൂട്ടൽ ബിസിനസ് ഹിയർ. അങ്ങനെ ഇരിക്കെ വധുവിനെ കണ്ടുപിടിക്കാനുള്ള ആ ഇവന്റിലേക്ക് സിൻഡ്രല്ലയ്ക്കും എൽവറയ്ക്കും ക്ഷണം കിട്ടുകയാണ്. എൽവറയാണെങ്കിൽ പണ്ട് മുതലേ അത് ഭ്രമം പിടിച്ച് നടക്കുകയാണ് രാജകുമാരനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ളത്. എന്നാൽ ഈ സിനിമയിൽ തുടക്കത്തിൽ എൽവറെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു കുട്ടിയായിട്ടാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. അതുപോലെ സ്വന്തം അമ്മ തന്നെ എൽവറയോട് പറയുന്നുണ്ട്, നിന്നെ കാണാനൊന്നും കൊള്ളത്തില്ല, ഈ രൂപത്തിലൊന്നും രാജകുമാരൻ ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കത്തില്ല. സിനിമയുടെ ജോണറായ ബോഡി ഹൊറർ ഇവിടെയാണ് വെൽ സ്യൂട്ടഡ് ആയി മാറുന്നത് ടു മേക്ക് ദ പോയിന്റ്സ് ഓഫ് ദ തീം. ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആർ ബെസ്റ്റ് ക്രിറ്റിക്ഡ് വയ ബോഡി ഹൊറർ ആൻഡ് ബോഡി ഹൊറർ ഈസ് ബെസ്റ്റ് യൂസ്ഡ് ടു ക്രിറ്റിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്. പിന്നീട് എൽവിറ ഒരു സുന്ദരിക്കുട്ടിയായി മാറാൻ വേണ്ടിയിട്ട് അവൾ കടന്നു പോകുന്ന ഡയറ്റിങ്ങും ബ്യൂട്ടിഫിക്കേഷന്റെ ഓരോ പ്രോസസ്സും ഒക്കെയാണ് പിന്നീട് നമ്മൾ കാണുന്ന ബോഡി ഹൊററിന്റെ ഒരു ക്രിയേറ്റീവ് ടേക്ക്. She is easy to sympathize with, even though she is deeply flawed. She went to awful lengths, but in the end, the only person she hurt was herself. ധാരാളം അഡൽട്ട് സീനുകളും ബോഡി ഹൊറർ കാണിക്കാൻ വേണ്ടി എക്സ്ട്രീം ഗ്രാഫിക് സീൻസുകളും ഒക്കെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ സെൻസിറ്റീവ് ടു ബോഡി ഹൊറർ ഓർ ഡിസ്റ്റർബിംഗ് ഇമേജറി, ദിസ് മൈറ്റ് ബി ടു മച്ച് ഫോർ യു. സിനിമയുടെ അവസാനമൊക്കെ ആകുമ്പോൾ അതിക്രൂരമായ സിറ്റുവേഷനിലൂടെയൊക്കെയാണ് എൽവിറ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് രാജകുമാരൻ സിൻഡ്രല്ലയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അറിയുന്നതോടുകൂടി അവളല്ലാതായി മാറുകയാണ്. എന്നിരുന്നാലും സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എൻഡിംഗ് വാസ് സോ ഹാർട്ട് വാമിംഗ്. ഇഫ് യു എൻജോയ് ഡാർക്ക് റീ ഇമാജിനിങ്സ് ആൻഡ് ഫിലിംസ് ദാറ്റ് ചാലഞ്ച് ട്രഡീഷണൽ നറേറ്റീവ്സ്, this one is worth watching. നമ്മൾ ആരും കേൾക്കാതെ പോകുന്ന ഒരു മറുതലയ്ക്കിൽ നിന്നുള്ള വേറൊരു തരം കഥയായതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ ആരും എപ്പോഴും കേൾക്കാതെയും ശ്രദ്ധിക്കാതെയും പറയാതെയൊക്കെ പോകുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് സിനിമ മനോഹരമായിട്ട് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. What happens to those who are never chosen?